ഷോഭാഗ്യ ഷോകത്തോ ഇത് പുതിയതാണല്ലോ. അതെ അതെ പുതിയതാണ്. രാമായണം കണ്ട് കർക്കിടക മാസത്തിൽ നിർവൃതിയായിട്ടാണ്, പക്ഷെ വർഷത്തിൽ ഏതൊരു സമയത്തും രാജ്യസ്നേഹം തകൃതിയായിട്ടുണ്ടാകും. അതായത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചിരുന്ന മലയാളത്തിലെ റോസ്റ്റിംഗ് കൾച്ചർ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. പക്ഷേ ഇതുവരെ ആരും അങ്ങനെ ചലഞ്ചിങ് സ്റ്റാറിനെ ഒന്നും വെച്ച് റോസ്റ്റ് ചെയ്യുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇൻട്രോയും ബാക്കി സാധനങ്ങളൊക്കെ അതേപോലെ തൂക്കിക്കൊണ്ടുപോയി ഷെയ്ക്ക് അടിച്ച് വിൽക്കുന്നത് വെറും മാറിയ പരിപാടിയാണ്. എന്തായാലും പോട്ടെ. ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇനി അങ്ങനെ ഷെയ്ക്ക് അടിച്ച് വിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ പുതിയ സൂപ്പർ സ്റ്റാർ രജനി മഹേഷ് ബാബു. ടോളിവുഡ് സൂപ്പർ സ്റ്റാർ ജി. ബംഗാളി ഫിലിം ഇൻഡസ്ട്രിയും ടോളിവുഡ് എന്നാണ് വിളിക്കുന്നത്. അത് ടോളിവുഡ്, ഇത് ടോളിവുഡ്. അപ്പൊ രണ്ടു ടോളിവുഡോ? ആൻഡ് ഇങ്ങനെ അത്ര മോശക്കാരനൊന്നുമല്ല. ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച് ആ സിനിമ പൊട്ടി, പിന്നെ അവിടുന്ന് നേരെ ബംഗാളി സിനിമയിലേക്ക് പോയി അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയ മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ, അതിന്റെ തിലോത്തമമായ വശങ്ങൾ, അതിന്റെ സങ്കീർണതകളുടെ ഉൾക്കാമ്പുകളിലൂടെ നമ്മൾ നടന്ന് പാരായണം പറയാതെ തേങ്ങ ഉടക്ക് സ്വാമി. ഓ റൈറ്റ് നമ്മൾ അതിനാണല്ലോ വന്നത്. തേങ്ങയാക്കുന്ന എന്തിനാ? നല്ല ഒന്നാം തരം പഞ്ചവത്സര ഗുണ്ട് കിട്ടിയിട്ടുണ്ട്, ഉടച്ചേക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങളുടെ രോമങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന അസുഖം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സിനിമ കാണരുത്. കാരണം അത്രയും രോമാഞ്ചിഫിക്കേഷൻ നൽകാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നൽകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജീത് സാറിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇപ്പോൾ ഒരു 19 പടങ്ങളോ കണ്ടായി. സോ അത്രയും പടങ്ങളുടെ ഇടയ്ക്ക് കണ്ണത്താത്ത ദൂരം വരെ റീമേക്ക് സിനിമകളാണ്. തുപ്പാക്കി റീമേക്ക്, വേതാളം റീമേക്ക്, സിംഗം റീമേക്ക്, അത്താരണ്ടിക്ക് ദാരടി റീമേക്ക്, അതട് റീമേക്ക്, നാനാക്ക് പ്രേമതോ റീമേക്ക്, ഇതല്ലാതെ വേറെ 10-12 റീമേക്കുകൾ. ഇതിനകത്ത് ഭൂരിഭാഗം സിനിമകൾ ഹിറ്റുമാണ്, സ്വാഭാവികം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറിജിനലായിട്ട് പണ്ണാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡെർമറ്റോളജിക്കൽ ഹാലൂസിനേഷനുമായിട്ട് ഇദ്ദേഹം വരും. അതേപോലത്തെ ഒരു സിനിമയാണ് നമ്മുടെ പാന്തർ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു മേജർ സാർ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നു. പിന്നെ ഒരു ലോഡ് ഗുഡ് മോർണിംഗ് നിക്ക്. അതായത് ഈ കാണുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ഈ സാറിനെ കണ്ടിട്ട് കാവടിക്ക് കണ്ട പരിചയം പോലും കാണിക്കാത്ത ഈ ചേച്ചി. അപ്പൊ എന്തായാലും നമ്മുടെ മേജർ സാർ കയറി ചെല്ലുന്ന ഒരു മേജർ മാഡത്തിന്റെ റൂമിലേക്കാണ്. വീണ്ടും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡികോസ്റ്റ. എന്താണ് സാർ ഒരു കടുംപിടുത്തം? മേഡം, ടെററിസ്റ്റ് അറ്റാക്ക്. ഓ മൈ ഗോഡ്. ഈ ആൾക്കൂട്ടം കണ്ടിട്ട് ഇതുപോലെ ജ്വല്ലറി ഉദ്ഘാടനമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലെ ജനത്തിരക്കാണ്. പാവങ്ങൾ. അവർക്ക് ഈ തീവ്രവാദികളൊക്കെ നേരിട്ട് അടുത്ത് കാണാൻ കിട്ടുന്ന ഒരേ ഒരു അവസരമല്ലേ. ഉള്ളിലുള്ളതാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് വെപ്പൺസുമായിട്ടുള്ള ലോകത്തെങ്ങും കിട്ടാത്ത മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകൾ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേ? ആ താടിയൊക്കെ കണ്ട നല്ല ഹാൾമാർക്ക് തീവ്രവാദികൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് മാമൻ വീണ്ടും വന്നിട്ട് ഹാക്കർ അമ്മാവനോട് മിഷൻ റെഡി ആവാൻ പറയും. മിഷൻ ആരാണ് സാർ ലീഡ് ചെയ്യുന്നത്? പാന്തർ. പാന്തറോ? അവന് പ്രാന്താണ് സാർ. He is mad. Yes. He is mad for this country. എന്നാ വളിപ്പ അല്ലേ വിനോദ. അപ്പൊ ഇനി നമ്മുടെ കരിമ്പുലിയുടെ എൻട്രി. എന്തിനാടാ ഡ്രസ്സിംഗ് റൂമിൽ ഹാലജൻ ലൈറ്റ്? ഈ ഷൂസും തോക്കൊക്കെ ഇട്ട് ചുമ്മാ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്നാൽ പോരല്ലോ. ആ ബിൽഡിങ്ങിനകത്ത് കയറാനുള്ള വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? CCTV ഹാക്കിംഗ്. അപ്പോൾ 2.5 സെക്കൻഡിൽ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിന്റെ 8 ക്യാമറകളും ഹാക്ട്. പക്ഷെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ടഫാണ്. കാരണം ആ ബിൽഡിംഗ് മുഴുവൻ തീവ്രവാദികളായതുകൊണ്ട് ആരും അറിയാതെ വേണം അകത്ത് കിടക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും പതുങ്ങിയൊക്കെ അതിൻ്റെ അകത്ത് കയറി പല തൂണിൻ്റെ പുറകിലൊക്കെ ഒളിച്ചിരിക്കുക. അപ്പോൾ ഇനി നായകൻ പറഞ്ഞു, സീക്രട്ട് മിഷൻ ആണല്ലോ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നായകന് വേണമെങ്കിൽ നടന്ന് വരാം, ഓടി വരാം, മതിൽ ചാടി വരാം, ഓട്ടോ പിടിച്ച് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ഇതെങ്ങനെ വന്നാലും തീവ്രവാദികൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ പിള്ളേരുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അണ്ണൻ ആരും അറിയാതെ വരണം. വളരെ നിശബ്ദമായിട്ട്, എത്രത്തോളം നിശബ്ദമായിട്ട് വരാൻ പറ്റുമോ അത്രത്തോളം നിശബ്ദമായിട്ട് വരണം. യവന് ചുമ്മാ പോയെങ്കിൽ ചത്താ പോരാ. കഷ്ടപ്പെട്ട് തൂണിന്റെ പുറകിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നവരെ വാക്കി ടോക്കി വഴി രാജ്യസ്നേഹം വിളമ്പി അലറി വിളിപ്പിച്ച് തീവ്രവാദികളെ അറിയിപ്പിക്കും. അപ്പൊ സീക്രട്ട് മിഷന് ഹെലികോപ്റ്ററിൽ നിന്ന് കയറിട്ട് താഴെ ഇറങ്ങിയിട്ട് നേരെ വന്ന് ഡോറി കയറി പിടിക്കും. ഇനി എന്ത് ചെയ്യും? താഴോട്ട് കയറിട്ടങ്ങ് ചാടിയാലോ? എന്നാ ഞാൻ ചാടട്ടെ. ഇടയിൽ താനിത് സീരിയസ് ആയിട്ടാണോ? ദാണ്ട ചാടി. അപ്പൊ എന്തായാലും കയറിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഗ്ലാസ് പൊട്ടിച്ച് നേരെ അകത്തോട്ട് കയറി പറ പടി വെച്ച വെടിയുടെ എണ്ണത്തിന് അന്ന് അവിടെ നിന്ന് എല്ലാവർക്കും പന്തൽ കെട്ടാനുള്ള വകുപ്പുണ്ടായിരുന്നു. റൊമാൻസിന് പറ്റിയ ടൈം. ഒരു മിഷനിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മേജർ രവിയൊക്കെ ഇങ്ങനെ കണ്ടു പഠിക്കണം. പിന്നെ അങ്ങോട്ട് വെടിയോട് വെടി, പറ വെടി. അപ്പോൾ തന്നെ നമ്മുടെ കരിമ്പുലിയെക്കകത്ത് ഭിത്തിയുടെ പുറകിൽ 5 പേര് നിൽക്കുന്നു. കരിമ്പുലി അവർ വെടി വെക്കുമോ? അയ്യേ പറ്റിച്ചേ. ക്യൂവിൽ നിന്ന് വെടി മേടിക്കുന്ന അൽക്വയ്ദ ടെററിസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ദാ കാണും. പിഷ്ക്യൂ. എടേ ഗുലുമാൽ സുരാജ് ചെയ്ത മിഷൻ ഇതിനേക്കാൾ ത്രില്ലിംഗ് ആയിരുന്നു. എന്തായാലും ഗാർബേജ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അണ്ണനും പിള്ളേരും കൂടെ നേരെ പുറത്തോട്ട് പോയി. ഇത്രയും വലിയ സ്കൂളിൽ 10-15 പിള്ളേർ. ഇതിലും ഭേദം വല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹൈജാക്ക് ചെയ്താൽ പോയായിരുന്നു. അവിടെ തൂപ്പുകാരി ഉൾപ്പെടെ എന്തായാലും ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നേനെ.
എന്നിട്ട് ഈ 15 സ്കിബിഡികളെ ഹൈജാക്ക് ചെയ്യാനായിട്ട് അൽ ഖയ്ദ തലവനും കൂടെ ചേർത്ത് 50 പേര്. അൽ ഖയ്ദയാണ് അത്ര അൽ ഖയ്ദ വെറുപ്പായി പോയി. എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഹാക്കർ മാമനെ നൈസായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് കാർ തുറന്ന് കാണിക്കും. ഇവൻ എവിടുത്തെ തീവ്രവാദിയാ? അലവലാതി. അപ്പോൾ തലവനെ പിടിച്ചുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ദർ ഇസ് ഓൾവേസ് എ ബിഗർ ടെററിസ്റ്റ്. അദ്ദേഹമാണ് ഇദ്ദേഹം. ഇത് പിള്ളേർക്ക് വെസ്റ്റേൺ ഗട്ട്സ് പറഞ്ഞു കൊടുക്കുന്ന ഹെഡ് മാസ്റ്റർ അല്ല, സഹ തീവ്രവാദികൾക്ക് ബോംബിട്ട് കളിക്കാനുള്ള സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്ന മെയിൻ അൽ ഖയ്ദ തലവനാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് മേജർ സാർ നേരെ പിടിക്കപ്പെട്ട തീവ്രവാദിയെ കാണാനായിട്ട് ജയിലിലേക്ക് വരും. സലീം ഉമർ സാർ നീങ്ങളാ? മേജർ സാർ ആദ്യം മര്യാദയ്ക്ക് ചോദിക്കും ബോംബിടാൻ പോകുന്ന സ്ഥലങ്ങൾ പറയാനായിട്ട്. നമ്മുടെ സലീമേട്ടൻ പറയുമോ? ചോദിച്ചാൽ പറയില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ ചെയ്യാൻ? അപ്പോൾ ഇങ്ങനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ബോംബ് കിട്ടും. ആ സ്ഥലങ്ങൾ അറിയാനാണ് ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുന്നത്. സത്യമായിട്ട് അങ്ങേർക്ക് അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പറയാൻ പറ്റുമോ? കുറച്ചിലല്ലേ, വലിയ തീവ്രവാദിയല്ലേ? ഇങ്ങനെ കിടന്ന് അടികൊള്ളാതെ എന്തെങ്കിലും പറ അണ്ണാ. ഓ ഓ ഓ അപ്പോൾ 3 ദിവസം ഗ്യാപ്പിൽ 3 സ്ഥലത്ത് ബോംബ് കിട്ടും. അപ്പോൾ നേരെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മേജർ സാർ നമ്മുടെ പാന്തറിന് ഫോൺ ചെയ്യും. പാന്തർ ഫസ്റ്റ് അറ്റാക്ക് മുംബൈ. സാർ 603 സ്ക്വയർ കിലോമീറ്റർ ഉള്ള മുംബൈയിൽ എവിടെയാണ് സാർ ബോംബ് കിട്ടുന്നത്? അത് നീ കണ്ടുപിടി, അതാണേ ബോംബെ അല്ലേ? അതല്ലേ എൻ്റെ സംശയം. ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞ് തെളിവുണ്ടാക്കാനാണെങ്കിൽ ഒരു 2 എണ്ണം കൂടെ കൊടുത്തിട്ട് അങ്ങനെ കൊണ്ട് ആ സ്ഥലവും കൂടെ അങ്ങ് പറയിപ്പിച്ചൂടെ? അല്ല അതിപ്പോൾ എന്താണെങ്കിലും തീവ്രവാദികൾക്ക് പൊതുവേ ഇതുപോലുള്ള സിനിമകളിൽ ബോംബ് വയ്ക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് മോള്. അത് ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. ഒരു മോളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പാന്തറണ്ണന് കോൾ വരുന്നു. പാന്തറണ്ണൻ നേരെ അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലുന്നു. അക്കം പക്കം മുഴുവൻ തപ്പുന്നു, തൂണും തുരുമ്പും പൊക്കി തപ്പുന്നു. അവസാനം കുറേ ചവറ്റുകൊട്ടയ്ക്കകത്ത് പഞ്ഞിമുട്ടായി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കുറേ ബോംബുകൾ കണ്ടെത്തുന്നു. അതൊക്കെ 26 സെക്കൻഡിൽ പൊട്ടും. ഇത് പാന്തറണ്ണൻ അറിയുന്നു. ഇവാക്യുവേറ്റ് ചെയ്യും. 26 സെക്കൻഡിൽ ബോംബ് പൊട്ടൂടെ? ആ സമയത്തിനുള്ളിൽ ഇത്രയും പേരെ എങ്ങനെ ഇറക്കും? ബോംബ് പൊട്ടില്ലേ? ആ സമയത്തിനുള്ളിൽ ബോംബ് പൊട്ടും അണ്ണാ, പ്ലീസ്. ഇത് കര വേറെ മനെ. ഓ അത് ശരി, അതെ ഞാനും അത് ആലോചിക്കേണ്ടായിരുന്നു. എന്തായാലും അണ്ണ 20 സെക്കൻഡിൽ ആ മോള് മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്ത് ബാക്കി 6 സെക്കൻഡിൽ കിഡ്സ് ഏരിയയിൽ നിന്ന് ബോംബ് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ രാജ്യസ്നേഹത്തെ പറ്റി എന്തോ പറയും. ഉടനെ പാന്തർ എഴുന്നേക്കും. പാന്തർ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ഏതാണ്ട് ചോക്ക് മാക്കൊക്കെ പറഞ്ഞിട്ട് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവൻ്റെ കയ്യിൽ നിന്ന് ബോംബ് മേടിച്ചിട്ട് ഏതോ ഒരു വയറ് കണ്ടിച്ചിട്ട് പോലീസുകാരൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകും. അതെന്തോന്ന് പറയുക, പൊറോട്ട തിന്നതിൻ്റെ രസീത. ബോംബിനൊക്കെ ബോംബെയിൽ പോലും ഒരു വിലയില്ലേ? പക്ഷെ എന്താണെങ്കിലും ബോംബെയിൽ പൊട്ടാനിരുന്ന ബോംബൊക്കെ അണ്ണൻ ഡിഫ്യൂസ് ചെയ്തല്ലോ, ഭാഗ്യം. ഓ ഷിറ്റ്. അങ്ങനെ മുംബൈയിൽ പൊട്ടിയ ബോംബുകളുടെയൊക്കെ കാരണക്കാരെ പൊക്കണം. അതിനാദ്യം ഇവർ ഇന്റലിജൻസ് റിപ്പോർട്ട് പൊക്കും. അങ്ങനെ ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആദ്യം വരുന്ന ആളാണ് സലീം ഹാജി. സലീം ഹാജിയെ പറ്റി ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്: സലീം Rashia, a resident of Mumbai, owns an antique shop at Chor Bazaar. He is known to be a very kind-hearted individual who believes in helping everyone from his community to enable them to enjoy a better life. അയ്യേ, ഇതെന്തോന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്? അപ്പോൾ ഇതെന്തായാലും കണ്ടു കഴിയുമ്പോൾ കൂടെ ഇരിക്കുന്ന ഒരുത്തും പറയും, സാറേ ഈ ചോർ ബസാറിൽ നിന്ന് അവനെ പൊക്കുന്ന ഇച്ചിരി ടഫായിരിക്കും. ഉടനെ പാന്തർ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ചോർ ബസാറിൽ നിന്നല്ല അവൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് അവരെ പൊക്കിയിരിക്കുന്ന മോഡലൊരു ഡയലോഗൊക്കെ അടിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാവരും ചാർജ് ആവും. ഇനി നമ്മുടെ ഓർഗാനിക് സ്ലോഗൻ പറ. പ്രാന്താടേ നിനക്കൊക്കെ. അങ്ങനെ പാന്തർ പോയി സലീം ഏട്ടനെ പൊക്കും. എങ്ങനെ പൊക്കാനാണ്? പിന്നെ അങ്ങോട്ട് ഇൻട്രോഗേഷൻ അവന്മാരുടെ കയ്യിലുള്ള മെത്തേഡുകൾ നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. അതല്ലാതെ വേറെ കുറച്ച് മെത്തേഡുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് വാട്ടർ ഗൺ മെത്തേഡ്. അത് ഇച്ചിരി ഡിവൈനാണ്. ഇതിൽ പറയാത്ത ആൾക്കാർക്ക് രണ്ടാമതൊരു മെത്തേഡുണ്ട്, ചെവിയിൽ ഇക്കിളിയിടൽ മെത്തേഡ്. നീളമുള്ള ഇക്കിളി കമ്പ് വെച്ച് ചെവിയിൽ ഇക്കിളിയിടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇതിൽ ഭൂരിഭാഗം പേരും പറയേണ്ടതാണ്. പക്ഷെ അതിലും പറയാത്തവർക്ക് മൂന്നാമതൊരു മെത്തേഡുണ്ട്, രാജ്യസ്നേഹം വിളമ്പി ചെവി വഴി വാട്ടർ വരുത്തുക. അതിലെല്ലാവരും പറയും. അങ്ങനെ സലീമേട്ടനും പറഞ്ഞു. മുംബൈയിൽ ബോംബ് വയ്ക്കാൻ പറഞ്ഞ ആളങ്ങ് അൽദറയിലുണ്ട്. നമ്മുടെ പാന്തർ നേരെ ഫ്ലൈറ്റ് പിടിച്ച് അൽദറയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ദാണ്ട നമ്മുടെ നായിക. അവക്കാണെങ്കിൽ ഇയാളെ കാണുമ്പോൾ ട്രോമയാണ്, പക്ഷെ ഇയാൾക്കാണെങ്കിൽ പ്രണയം കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ നമ്മുടെ കരിമ്പുലിയെ അവിടെ സഹായിക്കുന്നത് ലെവളുടെ അച്ഛനാണ്. വീട്ടിലൊക്കെ ചെന്ന സാധനമൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലെവൾ കരിമ്പുലി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. കരിമ്പുലി വിചാരിച്ചത് ഏതാണ്ട് പ്രണയം പറയാനാണ്. നമ്മളൊരു ഒറ്റ കാര്യം ഇങ്ങനോട് പറഞ്ഞോളൂ, ദയവ് ചെയ്ത് എൻ്റെ അച്ഛനെ കൊണ്ട് കൊല്ലിക്കരുത്. പിന്നെ അങ്ങോട്ട് കെട്ടിപ്പിടുത്ത നൂഡിൽസ് ഇട്ട് തലതടവി കിടത്തി കൊടുക്കൽ, അങ്ങനെ പല പരിപാടികളായിട്ട് ഇങ്ങനെ ഒന്ന് മൂഡായിട്ട് വരുമ്പോഴത്തേക്കും പാന്തറിന് കോൾ വരും. പാന്തർ, നീ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. ഓ സാർ സോറി, നാളെ ഫിക്സ് സാർ, നാളെ ഫൈനൽ ടൈം. സോ ഐറ്റം ഡാൻസ് ടൈം. അത് കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ ബ്ലോക്ക്. ഈ ആക്ഷൻ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ലോകത്ത് ഒരു നായകനും പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിൽ ഇങ്ങേര് ചെന്ന് പെടും. ആ തോക്കും പിടിച്ചോണ്ട് ലെവൽ കാണിക്കുന്ന അഭ്യാസം കണ്ടോ? തോക്കിന്റെ പരിപാടി ആകണ്ട, വല്ല സീഞ്ച വല്ല ആയിരുന്നെ കാണിച്ചു തരായിരുന്നു. നീ ശരിക്കും റോ ഏജന്റ് തന്നെ ആണോടാ?
അങ്ങനെ അവസാനം വെപ്പ് കാടിയും ബുർക്കയൊക്കെ ഇട്ട് ഇവന്മാരെ എല്ലാം ഇന്ത്യയിലോട്ട് കടത്തും. എന്നിട്ട് അവന്മാരെ ഐസി കടത്തി കെട്ടിയിട്ട് തല്ലി കൊൽക്കത്തയിൽ എവിടെയൊക്കെയാണ് ബോംബ് വെച്ചിരിക്കുന്നത് ഇവന്മാരെ കണ്ടുപിടിക്കും. അങ്ങനെ ബോംബെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും പടം തീർന്നു. ഇത് കഴിഞ്ഞില്ലേ? ഇതെന്താ പാറ്റ ടാഗോ എവിടെ